അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് 2017 ദിലീപും കാവ്യ മാധവനും തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ജ്യോതിഷ പഠന വിദ്യാർത്ഥിയായിരിക്കാം, അദ്ദേഹം എന്നെ ഒരുപാട് പേര് ഇതേപോലെ വിളിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലിയുഗ ജ്യോതിഷ്യൻ എന്നറിയപ്പെടുന്ന സന്തോഷ് നായർ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണ്. അതുമാത്രവുമല്ല, പല അവകാശവാദങ്ങളും കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിൻ്റെയും കാവ്യാമാധവിൻ്റെയും വിവാഹം നടക്കാൻ പാടില്ല എന്ന് താൻ ഇതിനു മുന്നേ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അതായത് ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ ദിലീപ് ജയിൽവാസത്തിന് വരെ പോകേണ്ടി വരും. അതുമാത്രവുമല്ല, ദിലീപിന് പല അനർത്ഥങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് 2017 കഴിയട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി ദിലീപെ കല്യാണം എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ദിലീപ് പോയി കല്യാണം കഴിക്കുകയാണ് ചെയ്തത് എന്നാണ് കലിയുഗ ജ്യോതിഷം പറയുന്നത്. കലിയുഗ ജ്യോതിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അവസരങ്ങളിലും നമ്മൾ കോമഡി ആയിട്ട് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ജീവിക്കാനല്ലേ എന്തെങ്കിലും പറയട്ടെ എന്ന് കേൾക്കാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കരമായ ഭക്തി ഉണ്ടാകും. എല്ലാത്തിൻ്റെയും മുഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനല്ല, എല്ലാവർക്കും മുൻകൂട്ടി അറിയാം ദിലീപ് കാവ്യാമാധവനെ കല്യാണം കഴിച്ചാൽ രക്ഷപ്പെടൂല എന്ന് എല്ലാവർക്കും അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ശാപമുണ്ട് ദിലീപിന്. അതായത് മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടിയെ ഒഴിവാക്കിയതിൻ്റെ ഒരു വലിയ ശാപമുണ്ട്. ആ ശാപവും കൊണ്ട് കാവ്യാമാധവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദിലീപിന്റെ ഗതി എന്തായിരിക്കും ഇവിടെ എല്ലാവർക്കും അറിയുന്ന കേസാണ്. അത് ജ്യോതിഷനോ മാത്രമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. അതിന് പിന്നെ നമുക്ക് ശനിന്നോ വെള്ളിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പിന്നെ വേറെ ഒരു കാര്യം, ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇതൊക്കെ വിശ്വസിക്കുന്നവർ തന്നെയാണ് സിനിമാക്കാര്. പക്ഷേ കാവ്യാമാധവിന് വേണ്ടിയിട്ട് ഈ ഒരു വിശ്വാസങ്ങൾ ദിലീപ് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. അതോടുകൂടി ദിലീപിന്റെ അധോഗതിയും വെള്ളിയാഴ്ചയും തീർന്നു എന്നുള്ളതാണ്. കാരണം പിന്നീട് അങ്ങോട്ട് ദിലീപിന് എന്ന് പറഞ്ഞൊരു വിജയം പോലും സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ സ്വത്തുക്കളെല്ലാം പോയി, അയാളുടെ പ്രതാപം പോയി. ഇപ്പോഴും കാണുന്നില്ല, ഒരു പടം തന്നെ ഇറക്കിയിട്ട് അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ പ്രഹസനങ്ങളാണ് അയാൾ കാണിച്ചത്. അതുപോലെ തന്നെ അങ്ങനെ പല തരത്തിലുള്ള പ്രഹസനങ്ങളുമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? ഒരു പടം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കോപ്രായങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കേസുകളും കാര്യങ്ങളും ഇതൊക്കെ തനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ദിലീപിന് എപ്പോൾ ജാമ്യം കിട്ടും എന്ന് വരെ തനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ കലിയുഗ ജ്യോതിഷം പറയുന്നത്. ജ്യോതിഷന്റെ വാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെയുടേത് കേൾക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമാണ് കേൾക്കാൻ. അതായത് മറ്റുള്ള ജ്യോതിഷത്തിനെ കാട്ടിയും കുറച്ചും കൂടി ഹരിപത്തനാപുരം പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, നമ്മുടെ കലിയുഗ ജ്യോതിഷം പറയുന്ന പലതും എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ കോമഡിയായി തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേൾക്കാറുണ്ട്. പക്ഷെ ദിലീപിന്റെ കേസിൽ ഇതൊക്കെ പറഞ്ഞതാണെങ്കിൽ അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഏതായാലും നമുക്ക് ജ്യോതിഷം പറയുന്നത് ഒന്ന് കേട്ടിട്ട് വരാം. അതിനെ പറ്റിയിട്ട് നമുക്ക് എന്നിട്ട് 2 വാക്ക് സംസാരിക്കാൻ ആരും പോകരുതട്ടാ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് 2017 ദിലീപും കാവ്യ മാധവനും തമ്മിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ജ്യോതിഷ പഠന വിദ്യാർത്ഥിയായിരിക്കാം, അദ്ദേഹം എന്നെ ഒരുപാട് പേര് ഇതേപോലെ വിളിക്കാറുണ്ട്. അന്ന് ആ വ്യക്തി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇവർ ഈ കല്യാണം കഴിക്കുന്ന സമയം സാറേ അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ, ഇത് ശരിയാണോ, ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അത് നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, 2017 മുതൽ 2019 വരെ തിരുവാതിര നക്ഷത്രത്തിൽ രാഹുറിൽ ജനിച്ച കാവ്യ മാധവനെ സംബന്ധിച്ചോളം കണ്ടകശനിയാണ്. അത് 7ാം ഭാവത്തിലാണ് കണ്ടകശനി. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹഭാവമാണ്. നമ്മുടെ ദിലീപിനെ സംബന്ധിച്ചോളം ദിലീപിന് 7.2 ശനി. അപ്പോൾ കണ്ടകശനിയിലും 7.2 ശനിയിലും കൂടെ വിവാഹം കഴിച്ചാൽ അത് ഒട്ടും തന്നെ ശരിയാവത്തില്ല. ഈ വിവാഹം നടക്കാൻ പാടില്ല. ഇപ്പോൾ കാവ്യയുടെ കണ്ടകശനി കഴിഞ്ഞതിന് ശേഷമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് ഞാൻ അന്ന് പ്രവചിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ അവർ ആ വിവാഹത്തിന് തയ്യാറാകുകയും ദിലീപിനോ അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയാൻ സാധിച്ചത് ആരുടെ ഒരാളുടെ നിർബന്ധം കാരണം ആ സമയത്ത് വിവാഹം നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിച്ചത്. പക്ഷെ ഞാൻ അന്ന് ആ വ്യക്തിയെടുത്ത് പറഞ്ഞു, ഈ വിവാഹം നടക്കുന്ന സമയത്ത് ഈ കണ്ടകശനിയിൽ 7.2 ശനിയിൽ വിവാഹം നടക്കുമ്പോൾ കാരാഗ്രഹം വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ദിലീപ് ജയിലിൽ കിടന്നു. അത് 100% ശരി തന്നെയാണ്.
പിന്നെ ദിലീപിന് എന്ന് ജാമ്യം കിട്ടുമെന്ന് പോലും ഞാൻ പ്രവചിച്ചിരുന്നു. ഞാൻ പ്രവചിച്ച ആ സമയത്ത് തന്നെയാണ് ദിലീപിന് കോടതിയിൽ നിന്ന് ജാമ്യവും കിട്ടിയത്. അന്ന് മുതലേ ഞാൻ ഈ കേസിൻ്റെ ഇതിനെക്കുറിച്ച് തിരക്കാറുണ്ട്. ഞാൻ എൻ്റേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാനത് പറഞ്ഞു. എല്ലാ പേരും ചോദിച്ചു, സാർ എന്ന് ദിലീപിന് ജാമ്യം കിട്ടും? 2-3 പ്രാവശ്യം ഞാൻ കിട്ടില്ല എന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ദിലീപിന് ജാമ്യം കിട്ടി. അപ്പൊ നമ്മുടെ കലിയുഗ ജ്യോതിഷൻ അവകാശപ്പെടുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, ദിലീപിന്റെ കാര്യങ്ങള്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലും മുമ്പേ ജനങ്ങൾക്കറിയാമായിരുന്നു ദിലീപിന്റെ ഗതി എന്താണ്, ദിലീപ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജ്യോതിഷനെക്കാട്ടി മുന്നിൽ ജനങ്ങൾക്കറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദിലീപിന് ഒരു വലിയൊരു ശാപമുണ്ട്. ആ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെത് ആദ്യം തന്നെ ദിലീപ് ഒരു പെണ്ണ് കെട്ടി, അതിനെ ഒഴിവാക്കി. അതുമാത്രമല്ല രണ്ടാമത് മഞ്ജു വാര്യരെ കെട്ടി, അത് മഞ്ജു വാര്യരെ എന്ന് പറഞ്ഞാൽ 14 വർഷത്തിന് ശേഷം ഒഴിവാക്കി. പിന്നീട് കാവ്യാമാധവനെ കെട്ടി. ഒരുപക്ഷെ ദിലീപ് ഈ കേസ് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോഴേ ദിലീപ് കുറെ നാൾ കഴിഞ്ഞാൽ കാവ്യാമാധവനുമായിട്ടും ഡിവോഴ്സ് ചെയ്യും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദിലീപ് അങ്ങനെയാണ്. ദിലീപിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് മാത്രം അഭിനയമാണ് എല്ലാം. അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ തന്നെയാണ്, ഒരു മനസാക്ഷിയുമില്ലാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അയാളുടെ ചിരിയും കളിയും ഇതൊക്കെ കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കും, അയാൾ ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇയാൾ ഒരു ഭയങ്കര ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ള ആളാണ്. ഇതൊക്കെ ചെയ്യും ഇയാള്. അതായത് ഇയാളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇയാളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂരഭാവമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിലകൻ ചേട്ടൻ മാത്രമാണ്. ദിലീപിന് ആനപ്പകയുണ്ട്, ദിലീപിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് തിലകൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ അന്ന് എല്ലാവരും തിലകൻ ചേട്ടനോട് പറഞ്ഞു, നിങ്ങൾക്ക് അസൂയാണ്, നിങ്ങൾക്ക് കുശുമ്പാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരാൾ വളർന്നു വരുന്നതുകൊണ്ടുള്ള കുശുമ്പാണ് നിങ്ങൾക്ക് പറഞ്ഞ തിലകൻ ചേട്ടനെ എല്ലാവരും ഒതുക്കി എന്നല്ലാതെ ദിലീപിനെ കുറ്റം പറയാനൊന്നും ആരും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്നു മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അതായത് ദിലീപിന്റെ മൈൻഡ് എങ്ങനെയാണെന്ന് അറിയാം, അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്നറിയാം. അയാൾ ഒരു നല്ലൊരു മനുഷ്യനല്ല, ഒരു ക്ലിയർ ആയ ഒരു മനുഷ്യനല്ല. അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വന്യഭാവം, ഒരു ക്രൂരഭാവമുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ആനപ്പകയാണ് അയാളുടെ ആ ഒരു ഇത്, ഒരു പിന്നെ എന്താ പറയുക. അതുകൊണ്ട് തന്നെയല്ലേ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഒരു കൊച്ചുണ്ടായി, അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരെ വെളിയിൽ വിടാതെ വർഷങ്ങളോളം പൂട്ടിവെച്ച് നടന്ന ഒരു വിദ്വാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ പല നടന്മാരും അങ്ങനെയുണ്ട്. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അഭിനയിച്ചോട്ടെ, അവർക്ക് താല്പര്യമില്ലെങ്കിൽ അഭിനയിക്കേണ്ട. പക്ഷെ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടാകും, പൊതു സമൂഹത്തിൽ ഇങ്ങനെ പറയുള്ളൂ, നീ ഇതുപോലെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയാണ് പല നടന്മാരും ചെയ്യുന്ന. ഇത് തന്നെയാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയായി കഴിഞ്ഞാൽ അവരെ അഭിനയിപ്പിക്കാൻ വിടാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവർ പല സീനുകളിലും അഭിനയിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, പല പിന്നെ പല ഭർത്താക്കന്മാരും ഭാര്യമാരെ അഭിനയിപ്പിക്കാൻ വിടൂല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുന്നുണ്ട്. സിനിമയെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ദിലീപ് അതിൽ നിന്നൊക്കെ അപമാനമാണ്. ദിലീപിന് ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരെ നല്ല രീതിയിൽ അഭിനയിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ പിന്നീട് ഉണ്ടാവില്ല എപ്പോഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ദിലീപ് അന്നും ഇന്നും അറിയപ്പെടുന്നതും ദിലീപിന് അന്നും ഇന്നും പേരും പെരുമയും എല്ലാം നേടിക്കൊടുത്തതും മഞ്ജു വാര്യരുടെ പേര് തന്നെയാണ്. മഞ്ജു വാര്യരുടെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെയാണ് ദിലീപ് ഇത്രയും ഉയരത്തിലെത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ അയാളെ ഇതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ ഒഴിവാക്കിയിട്ടുണ്ടാകും. അങ്ങനെ പല മിമിക്രിക്കാരെയും പോലെ അദ്ദേഹവും ഒരു ഓർമ്മയായി മാറുമായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം ഒരുപാട് മിമിക്രിക്കാർ, ദിലീപിനെക്കാട്ടിയും കഴിവുള്ള ഒരുപാട് മിമിക്രിക്കാർ ഇവിടെ നായകന്മാരായിട്ട് വന്നിട്ടുണ്ട്. അവരൊന്നും ഈ ഫീൽഡിൽ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കലിയുഗ ജ്യോതിഷനെക്കാട്ടിയും മുന്നിൽ തന്നെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദിലീപിന് തന്നെ വലിയൊരു ശാപവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശാപം എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ തന്നെയാണ്. മഞ്ജു വാര്യരേതുപോലെ തന്നെ ഇദ്ദേഹം ഒന്നുമല്ലാത്ത കാലത്ത് കല്യാണം കഴിച്ച ഇദ്ദേഹത്തിന് മുറപ്പെണ്ണുണ്ട്. ആ മുറപ്പെണ്ണിന് പിന്നീട് ഇദ്ദേഹത്തിന് നല്ല കാലം വന്നപ്പോഴും ചവിട്ടി ഒഴിവാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ കേട്ടത് തന്നെയാണ്. ഒരുപക്ഷെ അതെല്ലാം ശരിയായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാവ്യാമാധവന്റെയും അതുപോലെ തന്നെ ദിലീപിന്റെ ഇപ്പോഴത്തെ പ്രശ്നം വന്നില്ലെങ്കിൽ കാവ്യാമാധവൻ ഇപ്പോഴും ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ടാകും. അതായത് ഒരാൾക്കും കൊടുക്കത്തില്ല, താൻ സ്നേഹിച്ചത് ഒരാൾക്കും കൊടുക്കത്തില്ല, ഒരാൾക്കും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു കുശാഗ്ര ബുദ്ധി ദിലീപിന് കൃത്യമായിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അയാളുടെ ആ ഒരു എന്താ പറയുക അന്നത്തെ കാലത്തെ വിജയം. ഏതായാലും അതിന് ദൈവം അറിഞ്ഞു കൊടുത്തൊരു പണി തന്നെയാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കലിയുഗ ജ്യോതിഷന്റെ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം എതിർപ്പുണ്ട്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റുമാണ്. അതാണ് മനസ്സിലാക്കിയത്. ചില കാര്യങ്ങൾ അതായത് കലിയുഗ ജ്യോതിഷം പറയുന്ന മുഴുവനായിട്ടും അങ്ങനെ ഇതല്ല. ഒരു മനുഷ്യന് ഓരോ മനസ്സുണ്ടാവുമല്ലോ. അങ്ങനെ വെറുതെയെങ്കിലും വന്നിങ്ങനെ പറയാനൊന്നും പറ്റൂല. നന്ദി, നമസ്കാരം.